ഹായ്, ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഗോതമ്പിൻ്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഗോതമ്പിൻ്റെ പുട്ടെന്ന് വെച്ചാൽ മൊത്തം ഗോതമ്പൊന്നും അല്ല. ഞാനിവിടെ വെള്ളമൊന്നും എടുക്കുന്നില്ല. വെള്ളം എടുത്തു വെച്ചെങ്കിലും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഉപ്പ് ഇട്ട് ചോറ് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കുന്നത്. തലേ ദിവസത്തെ ചോറ് ബാലൻസ് ഉണ്ടായിരുന്നു. ആ ചോറാണ് ഇതിനകത്തേക്ക് ഇടുന്നത്. ചോറിൻ്റെ നനവിലാണ് കേട്ടോ ഗോതമ്പ് പൊടി നനയ്ക്കുന്നത്. അപ്പോൾ വൈകുന്നേരം വരെ പുട്ടിരുന്നാലും നല്ല സോഫ്റ്റായിരിക്കും. പിന്നെ പഴയ ചോറാണെന്നോ അല്ലെങ്കിൽ പഴയതെന്ന് വെച്ചാൽ തലേ ദിവസം വൈകുന്നേരം വെച്ച ചോറാണ് കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടി അല്ല, പച്ചരി ഈ ചോറിൻ്റെ ടേസ്റ്റ് വരുമോ അല്ലെങ്കിൽ അരിപ്പുട്ടിൻ്റെ ടേസ്റ്റ് വരുമോ അങ്ങനെയൊന്നും ചെയ്യില്ല. ശരിക്കും നല്ലപോലെ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചോറും ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറ് ആദ്യം തന്നെ കുറേശ്ശേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ കൂടിപ്പോവും. ഇപ്പോൾ 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് ചോറ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇരട്ടി ഗോതമ്പ് പൊടി എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട പോലെ ആയിപ്പോവും. അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴാണ് ആ ചോറും ഗോതമ്പ് പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരുള്ളൂ. പുട്ടുണ്ടാക്കിയാലും ചോറ് അങ്ങനെ കാണുമൊന്നുമില്ല കേട്ടോ, കാരണം അത് അതിനകത്തേക്ക് അരിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് മിക്സായി ഇതുണ്ടോ കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ അതേപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പം നല്ല പൊടി പോലെ കിട്ടും, എന്നാൽ കട്ടയൊന്നുമില്ല. ചിലർ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കട്ട ഒരു ബോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതങ്ങനെയൊന്നുമില്ല കേട്ടോ. രാവിലെ ഉണ്ടാക്കിയിട്ട് ഞാൻ ചിലപ്പം രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരവും 4 മണിക്ക് അത് തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് തണുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് വയ്ക്കുക. ഇതാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് പരുവ്. കട്ടയൊന്നുമില്ല, ചോറും കാണാനില്ല, എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഉപ്പ് ഒന്ന് കറക്റ്റ് നോക്കണം കേട്ടോ. ഞാൻ ഉപ്പിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടാണ് മിക്സ് ചെയ്തേക്കുന്നത്, കാരണം വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ. ഇനി ഇത് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇട്ട് വയ്ക്കുക. മിക്കപ്പോഴും എനിക്കുണ്ടാകുന്ന ഒരു അബദ്ധമാണ് കേട്ടോ. പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിരട്ടപ്പുട്ടാണെങ്കിൽ കുഴപ്പമില്ല, പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ചില്ലിടുന്ന കാര്യം പെട്ടെന്ന് മറന്നു പോകും. മറ്റേ ചിരട്ടപ്പുട്ടിൻ്റെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് ചിലപ്പോൾ ആദ്യം തേങ്ങ ഇട്ടിട്ടായിരിക്കും ചില്ലിട്ടിട്ടില്ലെന്ന് വിചാരിക്കുക. അങ്ങനത്തെ പൊട്ടത്തരമൊക്കെ കാണിക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങയിട്ട് ഇതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ ആദ്യം തന്നെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ടേസ്റ്റ് കൂടുതലുണ്ടാവും. കടലക്കറിയോ പപ്പടമോ ചെറുപയറോ ഒക്കെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, പഴത്തിൻ്റെയൊക്കെ കൂടെ നല്ലതാണ്. ഞാനിന്നിവിടെ പപ്പടമാണ് കേട്ടോ, അല്ലാതെ വേറൊന്നും കറികളായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കണില്ല. പൊന്നുവിന് വലിയൊരു ആഗ്രഹമാണ് പുട്ടും പപ്പടവും കൂടെ കഴിക്കണം എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ അങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ട്. വലിയ ആഗ്രഹങ്ങൾ പറയാറുമില്ല, നമ്മളെ കൊണ്ട് പറ്റണമാകെ അവൾ പറയാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യണേ. എളുപ്പത്തിലും ഉള്ളതാണ്, നമുക്ക് വേറെ ഒത്തിരി ഭാരപ്പെട്ട പണിയൊന്നുമില്ല. 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ആവി കയറട്ടെ, അടുപ്പത്ത് വയ്ക്കട്ടെ കേട്ടോ. ഞാൻ തേങ്ങ എത്ര ചേർക്കാൻ പറ്റുമോ അത്രയും ചേർക്കണേ. ഇപ്പോൾ പുട്ടുകുറ്റിയിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പുട്ടുകുറ്റി ഞാൻ അധികം ഉപയോഗിക്കലില്ല കേട്ടോ, കാരണം ഇത് കൂടുതലും പൊന്നുവിന് ആവി പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചിരട്ടപ്പുട്ടിൻ്റെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് ഇടാം. എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു തട്ടലങ്ങ് തട്ടിയേക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ പാൽച്ചായയോ കട്ടൻ കാപ്പിയോ എന്തായാലും വെറുതെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. അത് കുറ്റി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അവിടെ ഒരു വിളി വന്നു, തയ്ക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടി അങ്ങടേക്ക് പോയി തിരിച്ചു വന്നിട്ടാണ് കേട്ടോ ഞാനിത് പിന്നെ പുട്ടുകുറ്റിയിൽ നിന്ന് പുട്ട് കുത്തിയിട്ടത്. കണ്ടോ കറക്റ്റ് ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ രണ്ടാമതൊരു കുറ്റിയും കൂടെ പുട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെയ്തു, അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. തേങ്ങയ്ക്കകത്ത് പഞ്ചസാര മിക്സ് ചെയ്തു, മുത്തിനുള്ളതാണ് കേട്ടോ അത്. അപ്പോൾ കുറച്ച് മധുരം കൂടി ആകുമ്പോൾ അവൾക്കത് ഇഷ്ടമാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ബാക്കി പുട്ടും കൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. രാവിലെ തന്നെ
നേരത്തെ എഴുന്നേൽക്കുന്ന കാരണം ഞാൻ രാവിലെ തന്നെ എന്താ കഴിക്കണ്ടേന്നുള്ള ചിന്തയിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.